Hello everyone, welcome back to Cognify Mind. So today we'll be studying about 1.2 definition and scope of environment psychology. Okay, if you haven't watched the first part, please make sure to go and watch the first part, which is already in the YouTube channel. I'll make sure to make a playlist or something so that it will be easy for you guys to find them. Okay, so 1.2, it's about definition and scope of environment psychology. So basically, what is environment psychology? Environment psychology is basically a branch of psychology that studies how people interact with their surroundings. Okay, so environment psychology basically സൈക്കോളജിൻ്റെ ഒരു പാർട്ടാണ് വിച്ച് സ്റ്റഡീസ് അബൌട്ട് എങ്ങനെയാണ് ഒരു ഹ്യൂമനും ഹ്യൂമൻ ഇൻട്രാക്ട് ചെയ്യുന്നത് അവരുടെ സറൗണ്ടിങ്ങിൽ. ഓക്കെ, ഹൗ പീപ്പിൾ ഇൻഡിവിജ്വൽസ് ആയിരിക്കോട്ടെ അല്ലെങ്കിൽ ഒരു 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 പേഴ്സൺ ആയിരിക്കോട്ടെ. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ബട്ട് അവരെങ്ങനെയാണ് അവരുടെ സറൗണ്ടിങ്ങിൽ ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും. ഓക്കെ, ബോത്ത് നാച്ചുറൽ ലൈക്ക് ഫോറസ്റ്റ് ആൻഡ് മാൻ മെയ്ഡ് ലൈക്ക് ബിൽഡിങ്സ്. ഓക്കെ, അവരെങ്ങനെയാണ് അവരുടെ സറൗണ്ടിങ്സ്, ദാറ്റ് ബി നേച്ചർ, ഫോറസ്റ്റ് ആയിരിക്കോട്ടെ അല്ലെങ്കിൽ വാട്ട് എവർ ദ നാച്ചുറൽ സെറ്റിംഗ് ആയിരിക്കോട്ടെ, ആൻഡ് ഒരു മാൻ മെയ്ഡ് സാധനം. ഓക്കെ, മാൻ മെയ്ഡ് എന്ന് പറയുമ്പോൾ ബിൽഡിങ്സ്, പാർക്സ്, മോൾസ്, മൂവി തിയേറ്റേഴ്സ്, സ്കൂൾസ്, ഈ കാര്യങ്ങളൊക്കെ മാൻ മെയ്ഡ് ആണ്, വിച്ച് ഇസ് മെയ്ഡ് ബൈ മെൻ. ഓക്കെ, സോ ഈ ഈ കാര്യങ്ങളിൽ ഈ സറൗണ്ടിങ്സിൽ എങ്ങനെയാണ് ഹ്യൂമന് ആക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇറ്റ് ലുക്സ് അറ്റ് ഹൗ ആ എൻവയൺമെൻറ്റ് എഫക്ട്സ് അസ് ആൻഡ് ഹൗ വി എഫക്റ്റ് ആ എൻവയൺമെൻറ്റ്. ഓക്കെ, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ മാതിരി എങ്ങനെയാണ് നമ്മളുടെ എൻവയൺമെൻറ്റ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, സെയിം വേ നമ്മൾ എങ്ങനെയാണ് എൻവയൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഗോസ് ടു വേസ്. ഓക്കെ, എൻവയൺമെൻറ്റ് നമ്മളെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളും എൻവയൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ മെയിൻ ഫോക്കസസ് എന്താണ് നമ്മൾ നോക്കാം. സോ ദ ഫസ്റ്റ് ഈസ് എക്സ്പ്ലോർസ് how different environments, home, office, parks, affect our mood, well-being, productivity, and mental health. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സറൗണ്ടിങ്സ്, നമ്മളുടെ വീടായിരിക്കോട്ടെ, ഓഫീസായിരിക്കോട്ടെ, പാർക്കായിരിക്കോട്ടെ, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ മൂഡ്സും വെൽബീയിങ്ങും പ്രൊഡക്ടിവിറ്റിയും ആൻഡ് മെൻറ്റൽ ഹെൽത്തും എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇതിൽ പഠിക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓഫീസിൽ നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓഫീസാണ്, നമുക്ക് തീരെ ഓഫീസിൽ പോകുന്ന ഇഷ്ടമല്ല. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ആ മെൻറ്റൽ ഹെൽത്ത്? ഇറ്റ് വിൽ ബി ഓൾവേസ് സ്ട്രെസ്ഫുൾ ആൻഡ് നമുക്ക് നമ്മളുടെ ബെഡിൽ നിന്ന് എണീക്കുന്ന തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, എവറി മോർണിംഗ് ഇനി നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഓഫീസിൽ പോകണോ എന്നൊരു സിറ്റുവേഷനായി മാറും. ഓക്കെ, സോ ഇഫ് ആ ഓഫീസ് ഇസ് വെരി ഫ്രണ്ട്ലി, നല്ല ആൾക്കാരാണ്, നമ്മുടെ ബോസ് നല്ലതാണ്, എല്ലാം നല്ലതാണെങ്കിൽ നമുക്ക് എവറി ഡേ മോർണിംഗ് നമ്മളെ മെൻറ്റൽ ഹെൽത്തും നല്ലതാണ് നിൽക്കും, എവറി മോർണിംഗ് നമുക്ക് ഓഫീസിൽ പോകാനും നല്ലൊരു മൂഡ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഹൗ വി എക്സ്പീരിയൻസ് സ്പേസസ് ആൻഡ് വാട്ട് വി ഡു വിത്ത് ദെം. Example, decorating our room to feel cozy. Environment affects emotions. സോ ഇതിൽ പിന്നെ പറഞ്ഞൊരു മെയിൻ ഫോക്കസ് ആണ് എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് സ്പേസസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മളുടെ ആ സ്പേസസ് വെച്ച് എന്താണ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ ഒരു പേഴ്സണൽ റൂം ഉണ്ടാവും വേർ യു ഫീൽ മോസ്റ്റ് കംഫർട്ടബിൾ ഇൻ. സോ നിങ്ങളുടെ റൂം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ആയിരിക്കും അത് ഡിസൈൻ ചെയ്യുന്നത്, റൈറ്റ്? സോ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? സോ ദാറ്റ് യു ഫീൽ കംഫർട്ടബിൾ ആൻഡ് കോസി, റൈറ്റ്? സോ അതാണ് നമ്മൾ പിന്നെ മെയിൻ ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഓക്കെ, വാട്ട് കൗണ്ട് ആസ് എൻവയൺമെൻറ്റ്? എന്താണ് നമ്മൾ എൻവയൺമെൻറ്റിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയും. സോ ബേസിക്കലി എൻവയൺമെൻറ്റ് is not only trees or buildings. Environment psychology also includes natural, building, built, social, learning and informational. Okay, so in natural എന്ത് വരും? ഫോറസ്റ്റ് വരും, റിവേഴ്സ് വരും, മൗണ്ടെയിൻസ് വരും, which is present in the nature, which is already made by the nature. നമ്മൾ ഹ്യൂമൻസ് ഒന്നും ചെയ്തുണ്ടാക്കിയ കാര്യങ്ങൾ. ഫോറസ്റ്റ് ആയിരിക്കട്ടെ, മൗണ്ടെയിൻസ് ആയിരിക്കട്ടെ, ഓൾറെഡി നേച്ചർ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സോ ഇറ്റ് ഇസ് നാച്ചുറൽ ടൈപ്സിൽ നാച്ചുറലിൽ അത് വരും. ബിൽട്ടിൽ എന്ത് വരും? വിച്ച് ഇസ് ബിൽഡ് ബൈ അസ് ഹ്യൂമൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹൗസസ്, സ്കൂൾസ്, മോൾസ്, മൂവി തിയേറ്റർ, ബിൽഡിങ്സ്, എന്ത് കാര്യങ്ങളും ആയിരിക്കട്ടെ, ദാറ്റ് ഇസ് ബിൽഡ് ബൈ ഹ്യൂമൻസ് വിൽ കം അണ്ടർ built.
type of environmental built വരും. And next is social. Social is basically type of environmental social where our family, friends, classmates, colleagues, okay, ഇങ്ങനത്തെ college mates, the people who actually what socially നമ്മളുടെ environmental ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, പിന്നെ ലേണിംഗ്, ലെറ്റ് ഇറ്റ് ബി ക്ലാസ് റൂം, ലൈബ്രറീസ്, വെറെവർ വി ലേൺ. ഓക്കെ, ദെൻ ഇൻഫർമേഷണൽ വിൽ ബി സോഷ്യൽ മീഡിയ, ന്യൂസ്, വെബ്സൈറ്റ്, മാഗസീൻസ്, എന്ത് കാര്യങ്ങൾ വിച്ച് ഗിവ്സ് അസ് ഇൻഫർമേഷൻ, അത് ഇൻഫർമേഷനിൽ വരും. ഓക്കെ, so now let's see the early definitions. Okay, early definition. Old school thinkers looked mostly at the link between physical space and human behavior. So old school thinkers, so ആദ്യം when environment psychology നെ പറ്റി ആദ്യം പഠിക്കാൻ തുടങ്ങിയ സമയത്ത് what ഈ researchers, what did they mostly do? They basically were trying to find ഈ ഫിസിക്കൽ സ്പേസും ഒരു ഫിസിക്കൽ സ്പേസും ഹ്യൂമൻ ബിഹേവിയറിനും ഇടയിലുള്ള ഒരു ലിങ്ക് മനസ്സിലാക്കാനായിരുന്നു അവർ നോക്കിയത്. ഓക്കെ, സോ ദീസ് ആർ സം കീ എക്സാമ്പിൾ കീ തിങ്കേഴ്സ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് ഇസ് എച്ച്.എം. പ്രൊഷൻസ്കി. ഓക്കെ, എച്ച്.എം. പ്രൊഷൻസ്കിനെ പറ്റി നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും ഒരു ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എൻവയൺമെൻറ്റ് സൈക്കോളജി ഈസ് അബൌട്ട് വാട്ട് ഹീ തോട്ട് ഇസ് വാട്ട് environment psychology is about how people behave and feel in the built environment, like how crowded apartments affect stress. Okay, so Prashansky പറഞ്ഞത് environment psychology is about how people behave and feel in the built environment. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ഓർ പീപ്പിൾ അവർ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവർ എങ്ങനെയാണ് ആൻഡ് എങ്ങനെയാണ് അവർ ഫീൽ ചെയ്യുന്നത് ഇൻ ദ ബിൽട്ട് അവരുണ്ടാക്കിയ എൻവയൺമെൻറ്റിൽ അവർ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് അവർ പ്രശൻസ്കി പറഞ്ഞത് വാട്ട് എൻവയൺമെൻറ്റ് സൈക്കോളജി ഈസ്. സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹൗ ക്രൗഡഡ് അപ്പാർട്ട്മെൻറ്റ്സ് എഫക്ട് സ്ട്രെസ്. ഓക്കെ, ഇപ്പം ഒരു ക്രൗഡഡ് ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള സ്പേസ് പോകുമ്പം ഐ ഫീൽസ് ആൻഷ്യസ്, ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് ഇൻ ക്രൗഡഡ് സ്പേസസ്. സോ ഈവൻ സോ ഇത് പറയുന്നത് ഇപ്പം ഒരു ക്രൗഡഡ് അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്ഥലത്താണെങ്കിൽ അത് നമ്മളെ സ്ട്രെസ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, നമ്മളുടെ സ്ട്രെസ്സ് കൂടുമോ നമ്മളുടെ സ്ട്രെസ്സ് കുറയുമോ എന്നൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് പേഴ്സൺ ഇസ് Russell and Swordgrass. Okay, I'm sorry if I'm pronouncing their name wrong. It's a bit difficult for me to pronounce. Okay, so I'm really sorry. So next is Russell and Snodgrass പറഞ്ഞത് they focus on explaining how humans and the environment are connected. അവർ ബേസിക്കലി ഫോക്കസ് ചെയ്തത് എങ്ങനെയാണ് ഹ്യൂമനും അവർ നിൽക്കുന്ന എൻവയൺമെൻറ്റും കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് അവർ സ്റ്റഡി ചെയ്യാൻ നോക്കിയത്. പിന്നെ സ്റ്റോക്കോൾസ് ആൻഡ് ആൾട്ട്മൻ ബേസിക്കലി ദേ ആഡഡ് ദാറ്റ് വി ഷുഡ് സ്റ്റഡി ഹ്യൂമൻ വെൽ ബീയിങ് ഇൻ റിലേഷൻ ടു ദ എൻവയൺമെൻറ്റ് ടു. സോ അവരാണ് പറഞ്ഞത് ഒരു ഹ്യൂമൻ ബീയിൻ്റെ വെൽ ബീയിങ് റിലേറ്റഡ് ആണ് അവരുടെ എൻവയൺമെൻറ്റിൽ. സോ നമുക്ക് അത് സ്റ്റഡി ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, but these early definitions mostly focused on built environment and missed how humans and environment change each other. ഓക്കെ, സോ ഈ ഏർലി ഡെഫിനേഷൻസ് ഒക്കെ മോസ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തത് എങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ബിൽഡ് ചെയ്ത എൻവയൺമെൻറ്റ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു കാര്യങ്ങൾ. ആൻഡ് അവർ ടോട്ടലി മിസ് ചെയ്തു ദാറ്റ് എങ്ങനെയാണ് ഹ്യൂമൻസും എൻവയൺമെൻറ്റും ഈച്ച് അതറിനെ ചേഞ്ച് ചെയ്യുന്നത്, ലൈക്ക് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നല്ല എൻവയൺമെൻറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീയിന് ഒരു നല്ലതായിരിക്കും, ഒരു ചീത്ത എൻവയൺമെൻറ്റിൽ പോവുകയാണെങ്കിൽ അവരും ഒരു ഇതിൽ പോവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ബട്ട് അത് അവർ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ മോഡേൺ വ്യൂസിൽ വരാം. മോഡേൺ വ്യൂസ് ആരൊക്കെയായിരുന്നു അതിൽ നിന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മോഡേൺ വ്യൂസിൽ ഗിഫോർഡ് വന്നു ഇൻ 2010. ഗിഫോർഡ് he basically said environment psychology is all about transactions, how we change our environment and how it changes us. സോ ഇതിലാണ് എന്താണ് മോഡേൺ വ്യൂസിലാണ് നമ്മൾ എൻവയൺമെൻറ്റും സൈക്കോളജീൻ്റെ ഇടയിലുള്ള ട്രാൻസാക്ഷൻ മനസ്സിലാക്കി തുടങ്ങിയത്. ഓക്കെ, എങ്ങനെയാണ്
ഇപ്പം നമ്മൾ നിൽക്കുന്ന എൻവയൺമെൻറ്റ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മളും അതിൻ്റെ കൂടെ ചേഞ്ച് ആവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വെൻ യു ഫീൽ സാഡ് ആൻഡ് ക്ലീൻ യുവർ റൂം, യു ആർ ചേഞ്ചിങ് ദി എൻവയൺമെൻറ്റ് വിച്ച് ഹെൽപ്സ് യു ഫീൽ ബെറ്റർ. ഓക്കെ, ഇപ്പം നമ്മളൊരു ഐ ഹാവ് ദിസ് ഹാബിറ്റ്, ലൈക്ക് വെൻ ഐ എം ഇൻ എ വെരി സാഡ് മൂഡ്, ഞാൻ അതുവരെ എൻ്റെ റൂം ക്ലീൻ ചെയ്യില്ല. ബട്ട് ദെൻ വെൻ ഐ എം എ റിയലി സാഡ് മൂഡ്, വാട്ട് ഐ ഡു ഇസ് ഐ സ്റ്റാർട്ട് ക്ലീനിങ് എവറിത്തിങ്. ഞാൻ നല്ല ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ അവിടെ ഇരിക്കും. ദെൻ വാട്ട് ഐ ഫീൽ, ഐ ബേസിക്കലി ഫീൽ ഗുഡ്. ഓക്കെ, ആ സാഡ് മൂഡ് വേഗം മാറിയിട്ട് ഒരു ഗുഡ് മൂഡിലോട്ട് വരും. സോ അത് ബേസിക്കലി എന്താ കാണിക്കുന്നത്, ദാറ്റ് ഒരു നല്ല എൻവയൺമെൻറ്റിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ മൂഡും അതനുസരിച്ച് ചേഞ്ച് ആവും എന്നാണ് പറയുന്നത്. Okay, so your behavior change the environment and that change your feelings. Okay, this is what what Gifford said. Okay, Gifford basically ചെയ്ത നമ്മൾ എൻവയൺമെൻറ്റ് ചേഞ്ച് ആകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷൻസും ബിഹേവിയറും അതിൻ്റെ കൂടെ ചേഞ്ച് ആവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഓക്കെ, ഗിഫോർഡ് ആക്ച്വലി 3 കീ ഏരിയാസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, മോഡേൺ അപ്രോച്ചിൻ്റെ 3 കീ ഏരിയാസ് ഉണ്ട്. അതിൽ ഫസ്റ്റാണ് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സ്. ഇതിൽ ഹൗ വി പെർസീവ് ആൻഡ് തിങ്ക് അബൌട്ട് സ്പേസസ്. ഓക്കെ, ഫസ്റ്റിൽ ബേസിക്കലി ഗിഫോർഡ് പറഞ്ഞത് നമ്മളൊരു സ്പേസിനെ പെർസീവ് ചെയ്യാണ്, എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ക്രൗഡ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഓക്കെ, സോ ക്രൗഡ് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ നല്ലോണം ആൻഷ്യസ് ആവും ഇഫ് യു ഗോ ടു എ പബ്ലിക് സ്പേസ് ഓർ നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പാർക്ക് ആയിരിക്കോട്ടെ. വാട്ട് യു വിൽ ഫീൽ ആൻഷ്യസ്. But if you are a person who feels happy in a crowded space, you won't feel anxious in a crowded space. Okay, so ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ഥലത്തിനെ എന്ത് പെർസീവ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ സോഷ്യൽ സ്പേസ് മാനേജ്മെൻറ്റിൽ ഹൗ വി ഡീൽ വിത്ത് പേഴ്സണൽ സ്പേസ്, ക്രൗഡിങ്, പ്രൈവസി ആൻഡ് ടെറിട്ടോറിയാലിറ്റി. ഓക്കെ, ഹൗ വി ഡീൽ വിത്ത് പേഴ്സണൽ സ്പേസ്, എങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ സ്പേസും ക്രൗഡിങ്ങും പ്രൈവസിയും ടെറിട്ടോറിയാലിറ്റിയും വെച്ച് ഡീല് ചെയ്യുന്നത് എന്നാണ് സോഷ്യൽ സ്പേസ് മാനേജ്മെൻറ്റിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നീഡിങ് എ ലോൺ ടൈം ഇൻ യുവർ റൂം ആഫ്റ്റർ ലോങ് കോളേജ് ഡേയ്സ്. ലൈക്ക് ഓഫ് കോഴ്സ് നമ്മളൊരു ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്കിംഗ് സ്പേസിൽ നിന്നോ ഓർ ഈവൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ജോലി എടുത്തിട്ട് നമ്മൾ ടോട്ടലി ടയേർഡ് ആകുമ്പം വിൽ ഗോ ടു ആ ബെഡ്റൂം ഓർ പ്ലേസ് വേ വി ഫീൽ കംഫർട്ടബിൾ ഇൻ ടു ഗെറ്റ് സം റെസ്റ്റ് അല്ലേ. സോ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതിൽ നമുക്കൊരു സോഷ്യൽ സ്പേസ് മാനേജ്മെൻറ്റ് ഉണ്ട്. നമ്മൾ നമ്മളുടെ പേഴ്സണൽ സ്പേസും ക്രൗഡിങ്ങും പ്രൈവസിയും ടെറിട്ടോറിയാലിറ്റിയിലും എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നും നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ human nature interaction and climate psychology. So how nature helps us feel better. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം നമ്മളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണെങ്കിൽ നമുക്കും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ദർ ഇസ് ഇൻ 1.2. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഹോൾ ക്ലാസ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു കമൻറ്റ് ഓൺ ദി യൂട്യൂബ് വീഡിയോ. ആൻഡ് ഇഫ് യു വാണ്ട് മീ ടു ഇംപ്രൂവ് ഇൻ എനി വേസ് പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, ഇനി നമ്മൾ 1.3 നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കും. ആൻഡ് ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. ഓക്കെ, ദെൻ സീ യു ലേറ്റർ. ബൈ ബൈ.